ഈ കാണുന്ന കുട്ടി ഡോളിനെ കണ്ടോ? ഇതാണ് ലബൂബു ഡോൾ. ലോകം മുഴുവനുള്ള ആളുകൾ ഇന്ന് ഈ കുട്ടിപ്പാവയുടെ പുറകെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിപണിയിലെത്തിയിട്ടും വിറ്റുപോകാതെ കെട്ടിക്കിടന്നിരുന്ന പാവ ഇന്നൊരു ആഗോള ട്രെൻഡായി മാറാൻ കാരണം എന്താകും? സത്യത്തിൽ എന്താണ് ഈ ലബൂബു പാവകൾ? അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. ലോകം മുഴുവൻ ഇപ്പോൾ ഈ പാവയാണ് ട്രെൻഡ്. വെറുമൊരു പാവ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഫൗണ്ടേഴ്സിന് നേടിക്കൊടുത്തത് 13,000 കോടിക്ക് മുകളിലാണ്. ഉണ്ടക്കണ്ണുകളും കൂർത്ത ചെവികളും നിഗൂഢമായ ചിരിയുമാണ് ഈ പാവകൾക്കുള്ളത്. സാധാരണ വിലപിടിപ്പുള്ള പാവകളെ പോലെ ലൈറ്റ് കത്തുകയോ പാട്ട് പാടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല. ചൈനയിലെ വാങ്നിങ് എന്ന ആളാണ് ലബൂബു പാവകൾ നിർമ്മിച്ചത്. തുടക്കകാലത്ത് വലിയ നഷ്ടങ്ങളാണ് വാങ് നേരിട്ടത്. അങ്ങനെയിരിക്കെയാണ് കാസിങ് ലുങ് എന്ന ആർട്ടിസ്റ്റ് തൻ്റെ പുതിയ സീരീസായ മോൺസ്റ്റർ റിലീസ് ചെയ്യുന്നത്. അതിലെ പല മോൺസ്റ്റർ കഥാപാത്രങ്ങളിലും ഒന്നായിരുന്നു ലബൂബു. എന്നാൽ അന്ന് ലബൂബു ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ K-പോപ്പ് ഗേൾസ് ബാൻഡായ ബ്ലാക്ക് പിങ്കിലെ അംഗം ലിസയുടെ കയ്യിൽ ഈ പാവ കണ്ടതോടെയാണ് ഫാഷൻ ലോകത്ത് ലബൂബു പാവകൾ ചർച്ചയായത്. ലക്ഷറി ബാഗിനൊപ്പം ലിസ ഇത് ആക്സസറൈസ് ചെയ്യുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. അതിനുശേഷം അതിൻ്റെ ഫൗണ്ടേഴ്സിന് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് മാർക്കറ്റിൽ 300-ലധികം വേരിയൻറ്റ്സ് നിലവിലുണ്ട്. ഒരു ബോക്സിലായിരുന്നു പാവകൾ വിറ്റിരുന്നത്. ബോക്സിന് പുറത്ത് പാവകളെപ്പറ്റിയുള്ള ഒരു വിവരവും നൽകിയിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ വാങ്ങിക്കുന്നയാൾക്ക് ബോക്സ് പൊട്ടിക്കുമ്പോൾ മാത്രമേ പാവയുടെ നിറം, വലിപ്പം തുടങ്ങിയവ അറിയാൻ കഴിയൂ. അതിനാൽ ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ലബൂബുക്കളെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണം തന്നെയായിരുന്നു. ഈ കാരണങ്ങൾ കൂടിക്കൊണ്ടാണ് ആഗോളതലത്തിൽ ലബൂബുവിന് ഇത്രയും സ്വീകാര്യത ലഭിച്ചത്. ലബൂബുവിനെ ഇഷ്ടമാണെങ്കിൽ ബ്ലൂ ഹാർട്ട് കമൻറ്റ് ചെയ്തേക്കണേ.